നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൽ വരുന്ന ഫസ്റ്റ് ടോപ്പിക്കാണ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ. ഓൾ അക്കൗണ്ടിങ് ഐറ്റംസ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ഐറ്റംസ്. Capital items are further classified into capital expenditure and capital receipt. Similarly, all revenue items are subdivided revenue expenditure and revenue receipts. അപ്പം അക്കൗണ്ടിങ്ങിൽ വരുന്ന എല്ലാ ഐറ്റംസിനെയും നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ക്യാപിറ്റലും റവന്യൂ. ഇപ്പോൾ ലോങ് ടേമിൽ വരുന്നതിന് ക്യാപിറ്റൽ, ഷോർട്ട് ടേമിൽ വരുന്നത് റവന്യൂ. അല്ലെങ്കിൽ ഒരുപാട് എക്സ്പെൻസ് വരുന്നത് വലിയ എമൗണ്ട് ഒക്കെ ആണെങ്കിൽ, അതായത് കുറേ വർഷത്തേക്ക് നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ഒരു എമൗണ്ട് ആണെങ്കിൽ അതിനെ ക്യാപിറ്റൽ. അല്ലാതെ നമ്മുടെ ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസ് ചെയ്യുന്നുണ്ടാവുന്ന എക്സ്പെൻസസ് ആണ്, ഇൻകം ഒക്കെ ആണെങ്കിൽ അതിനെ റവന്യൂ. ആ രീതിയിലാണ് പറയുന്നത്. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം, എന്തൊക്കെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് എന്നുള്ള കാര്യങ്ങൾ. സോ നമുക്ക് ക്യാപിറ്റൽ ഇൻകം എന്താണെന്ന് നോക്കാം. ക്യാപിറ്റൽ ഇൻകം അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ എന്നൊക്കെ പറയും, സെയിം ആണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിനുണ്ടാവുന്ന ഇൻകം, പക്ഷേ അത് ബിസിനസ്സിൻ്റെ സാധാരണഗതിയിലുള്ള ഓപ്പറേഷനിൽ നിന്ന് ഉണ്ടാവുന്നതല്ല. ഫോർ എക്സാമ്പിൾ ബിസിനസ്സിന് എന്തെങ്കിലും ഒരു സോപ്പ് പ്രൊഡ്യൂസ് ചെയ്യുക, എന്നിട്ട് അത് സെയിൽ ചെയ്യുകയാണ് ഒരു ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റി എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു ആക്ടിവിറ്റി അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിലൊരു വരുമാനം ഉണ്ടാവുകയാണെങ്കിൽ അതിന് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസീപ്റ്റ് ആയിട്ടാണ് കണക്കാക്കുക. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ബിസിനസ് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ബിൽഡിംഗ് വാങ്ങിച്ചു. 5 വർഷം മുന്നേ ഒരു ബിൽഡിംഗ് വാങ്ങിച്ചു. ഒരു 10 ലക്ഷം രൂപയ്ക്കാണ് ബിൽഡിംഗ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഒരു 5 വർഷമൊക്കെ അത് ഉപയോഗിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ പുതിയൊരു പ്ലാന്റിലേക്കൊക്കെ മാറുമ്പം ഈ പ്ലാന്റ് സെയിൽ ചെയ്തു. അപ്പോൾ നമുക്കൊരു 12 ലക്ഷം രൂപ കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ 2 ലക്ഷം എന്താണ്? ക്യാപിറ്റൽ ഗെയിനാണ് അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസീപ്റ്റാണ്. അതായത് ബിസിനസ്സിൻ്റെ മെയിനായിട്ടുള്ള ആക്ടിവിറ്റിയാണോ ബിൽഡിംഗ് വാങ്ങുകയും വിൽക്കുകയും? അല്ല, സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്, അത് കുറേ കാലം ഉപയോഗിച്ച് പിന്നെ വിൽക്കുകയാണ്. അപ്പോൾ വരുന്ന ആ ഒരു ഡിഫറൻസ് റിസീപ്റ്റ് വരുവാണെങ്കിൽ അതിനെ ക്യാപിറ്റൽ ഗെയിൻ എന്നാണ് പറയുക. അതൊരിക്കലും റവന്യൂ ഒരു ഇൻകമായിട്ട് പരിഗണിക്കില്ല. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് റവന്യൂ ഇൻകം. നമുക്കിപ്പം ക്യാപിറ്റൽ ഇൻകം എന്താണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവും വാട്ട് ഈസ് റവന്യൂ ഇൻകം. ഇറ്റ് മീൻസ് എ ഇൻകം വിച്ച് അറൈസസ് ഔട്ട് ഓഫ് ആൻഡ് ഇൻ ദി കോഴ്സ് ഓഫ് ദി റെഗുലർ ബിസിനസ് ട്രാൻസാക്ഷൻസ് ഓഫ് എ കൺസേൺ. ഫോർ എക്സാമ്പിൾ, the profit is made on sale of goods. Income is received from letting out the business property. Dividend received on business investment. ഇതൊക്കെയാണ് റവന്യൂ ഇൻകത്തിൽ വരിക. അപ്പോൾ റവന്യൂ ഇൻകം എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് മീൻസ് ആൻ ഇൻകം വിച്ച് അറൈസസ് ഔട്ട് ഓഫ് ആൻഡ് ഇൻ ദി കോഴ്സ് ഓഫ് ദി റെഗുലർ ബിസിനസ് ട്രാൻസാക്ഷൻ ഓഫ് എ കൺസേൺ. എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? സെയിൽ ഓഫ് ഗുഡ്സ്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സിൻ്റെ സെയിലിൽ നിന്ന് കിട്ടുന്ന വരുമാനം. അല്ലെങ്കിൽ ഡിവിഡൻഡ്, അതൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ, ഡിവിഡൻ്റായിട്ട് കിട്ടുന്ന വരുമാനം. അല്ലെങ്കിൽ ബിസിനസ് ഒരു കുറേ പ്രോപ്പർട്ടി ഉണ്ടാക്കിയിട്ട് അതൊക്കെ എന്തിനു കൊടുക്കുന്നുണ്ട്? റെൻറ്റിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അതൊരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് റവന്യൂ ഇൻകത്തിൽ വരുന്നത്. സോ വിത്ത് റിഗാർഡ്സ് ടു ഇൻകം നമ്മൾ ക്യാപിറ്റൽ ഇൻകവും റവന്യൂ ഇൻകവും ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് എക്സ്പെൻഡിച്ചേഴ്സ് ആണ്. എക്സ്പെൻഡിച്ചേഴ്സ് ആർ ഓൾസോ ക്ലാസിഫൈഡ് ഇൻ ടു 2, ദാറ്റ് ഈസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഫസ്റ്റ് നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് നോക്കാം. ഇറ്റ് മീൻസ് ആൻ എക്സ്പെൻഡിച്ചർ വിച്ച് ഹാസ് ബീൻ ഇൻകേർഡ് ഫോർ ദി പർപ്പസ് ഓഫ് ഒബ്റ്റെയിനിങ് എ ലോങ് ടേം അഡ്വാൻറ്റേജ്. ഒരു ലോങ് ടേം അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന എക്സ്പെൻസസിനെയാണ് എന്ത് പറയുന്നത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ദി ബെനിഫിറ്റ് ഓഫ് വിച്ച് ഈസ് നോട്ട് ഫുള്ളി കൺസ്യൂംഡ് ഇൻ വൺ അക്കൗണ്ടിങ് പീരീഡ് ബട്ട് സ്പ്രെഡ്സ് ഓവർ സെവറൽ അക്കൗണ്ടിങ് പീരീഡ്സ് ആൻഡ് ഇറ്റ് ഈസ് നോൺ റിക്കറിങ് ഇൻ നാച്ചർ. സോ നമുക്ക് എന്തു പറയാം? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ആ എക്സ്പെൻഡിച്ചർ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ഒരുപാട് കാലം ഉണ്ടാവും. അതായത് ഒരു അക്കൗണ്ടിങ് പീരീഡിലേക്ക് ഒതുങ്ങി പോകുന്നതല്ല,
ഒരുപാട് അക്കൗണ്ടിങ് പീരീഡിലേക്ക് സ്പ്രെഡ് ആവുന്നതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന ബെനിഫിറ്റ്. അങ്ങനെ ഒരു ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ബിസിനസ്സിനുണ്ടാകുന്ന എക്സ്പെൻഡിച്ചറിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോൺ റിപ്പീറ്റിംഗ് ഇൻ നാച്ചർ, നോൺ റിക്കറിങ്. അതെപ്പോഴും ഇങ്ങനെ എന്താ പറയുക, എല്ലാ സമയത്തും ഉണ്ടാകുന്ന എക്സ്പെൻസ് അല്ല. അത് ചിലപ്പോൾ ഒരു പ്രാവശ്യം അങ്ങനെ ഒരു എക്സ്പെൻസ് ഉണ്ടായാൽ ചിലപ്പോൾ പിന്നെ ഒരു 5-10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ആ രീതിയിലൊരു എക്സ്പെൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ നോൺ റിക്കറിങ് ആണ്. പിന്നെ ആ എക്സ്പെൻസ് കമ്പാരിറ്റീവ്ലി എന്തായിരിക്കും, ഹെവി ആയിരിക്കും, വലിയ എമൗണ്ട് ആയിരിക്കും. അതിൻ്റെ അഡ്വാൻറ്റേജസ് കുറേ വർഷങ്ങളായിട്ട് നമുക്കുണ്ടാവും. എക്സാമ്പിളായിട്ട് നമുക്ക് എന്ത് പറയാം, പർച്ചേസിങ് ഓഫ് പ്ലാന്റ് ആൻഡ് ബിൽഡിംഗ്, അല്ലെങ്കിൽ മെഷീനറി, ഫർണിച്ചർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കുക. ഇതൊക്കെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ വരുന്ന കാര്യങ്ങളാണ്. Next, revenue expenditure. An expenditure that arises out of and in the course of regular business transaction of a concern is termed as revenue expenditure. It includes the money spent on day-to-day operations of business for current and immediate use. It is repetitive in nature and its benefits will be realized in the current year itself. അപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ബിസിനസ്സിന് ഉണ്ടാകുന്ന എക്സ്പെൻസസ് ഫോർ മീറ്റിംഗ് ദർ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, ഓരോ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസ് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ്സിന് ഉണ്ടാകുന്ന എക്സ്പെൻസസിനെയാണ് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അത് റിപ്പീറ്റീവ് ആയിരിക്കും, എപ്പോഴും അത് അങ്ങനത്തെ എക്സ്പെൻസസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ഒരുപാട് കാലത്തേക്കൊന്നും ഉണ്ടാവില്ല, ആ ഒരു അക്കൗണ്ടിങ് പീരീഡിൽ തന്നെ അത് യൂസായി പോവും. അങ്ങനത്തെ എക്സ്പെൻസസ് ആണ്. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾസ് ആണ് വേജസ്, ലീഗൽ എക്സ്പെൻസ്, ട്രാൻസ്പോർട്ട് ചാർജസ്, അങ്ങനത്തെയൊക്കെ നമുക്ക് റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ട് കാണാം. ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആർ ചാർജഡ് ടു ദി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതിലാണ് നമ്മൾ റവന്യൂ എക്സ്പെൻസ് കാണിക്കുക. അപ്പോൾ നമുക്ക് എന്താണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും അല്ലാതെ അതിൻ്റെ ഇടയിൽ വരുന്ന വേറൊരു കാറ്റഗറി കൂടെ ഉണ്ട്, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. It is that class of revenue expenditure which is incurred during a particular year, but benefit of which may extend to a number of years. The whole amount of such expenditure cannot be treated as the expenditure of the year in which it is incurred. Therefore, a portion of such an expenditure is charged. അതായത് റവന്യൂ എക്സ്പെൻഡിച്ചർ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ ഒരു അഡ്വർടൈസ്മെൻറ്റിനൊക്കെ വേണ്ടി വരുന്ന എക്സ്പെൻസസ്. പക്ഷേ അത് നമുക്ക് എന്താണ്, ഒരു വർഷം മാത്രമായിരിക്കില്ല അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടാവുക. ചിലപ്പോൾ ഒരു അഡ്വർടൈസിങ് കോൺട്രാക്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു 2-3 വർഷത്തേക്കൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ആ ഒരു വർഷം 3 വർഷത്തേക്ക് വരുന്നുണ്ട്. നമുക്കൊരു 30,000 ടോട്ടൽ എക്സ്പെൻസ് വന്നിരിക്കുന്നത്. 3 ഇയേഴ്സ് നമുക്കതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും എന്നറിയാമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ കറൻറ്റ് അക്കൗണ്ടിങ് പീരീഡിൽ 10,000 മാത്രമേ ആ ഒരു വർഷത്തെ എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. ബാക്കി 10,000 നെക്സ്റ്റ് ഇയർ, റിമൈനിങ് 10,000 തേർഡ് ഇയർ, ആ രീതിയിൽ കാണിക്കണം. അപ്പോൾ ബാക്കി വരുന്ന എക്സ്പെൻസിനെ നമ്മൾ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് റിസീപ്റ്റ്സ് ആണ്. അതായത് ക്യാപിറ്റൽ റിസീപ്റ്റ്സും റവന്യൂ റിസീപ്റ്റ്സും. ഓൾമോസ്റ്റ് റവന്യൂ ഇൻകം ക്യാപിറ്റൽ ഇൻകം ആയിട്ട് സിമിലർ ആണ്. പക്ഷേ ചില ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസ്, എക്സാമ്പിൾ ചാരിറ്റി ഓർഗനൈസേഷൻസ് ഒക്കെ ക്യാപിറ്റൽ റിസീപ്റ്റ്സ് അല്ലെങ്കിൽ റവന്യൂ റിസീപ്റ്റ്സ് എന്നുള്ള ടേമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ വരുന്നൊരു വ്യത്യാസം, ക്യാപിറ്റൽ ഇൻകത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പിന്നെ ലോങ് റണ്ണിലേക്ക് ഉണ്ടാവുന്ന അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റി മൂലം അല്ലാതെ ഉണ്ടാവുന്ന, നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ ഈ ബിൽഡിംഗ് സെയിൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബെനിഫിറ്റ്, അതിനെയൊക്കെയാണ് നമ്മൾ ക്യാപിറ്റൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കേസ് ഇവിടെയാണെങ്കിൽ നമുക്കിപ്പം മെഷീനറി നമ്മൾ സെയിൽ ചെയ്തു, അപ്പം നമുക്കൊരു 30,000 കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ 30,000 നമ്മൾ എന്തായിട്ട് പറയും, ക്യാപിറ്റൽ റിസീപ്റ്റ് ആയിട്ട് പറയും. അതേപോലെ പ്രൊപ്രൈറ്റർ അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് കൊണ്ടുവരുന്ന ക്യാപിറ്റലിനെ നമ്മൾ ക്യാപിറ്റൽ റിസീപ്റ്റ് ആയിട്ട് പറയും. ക്യാപിറ്റൽ ഇൻകമായിട്ട് നമ്മൾ പറയുന്നത് നമുക്ക് ആ വരുന്ന ഡിഫറൻസിനെയാണ്. അതായത് 20,000 വാങ്ങിയ ഒരു സാധനം 30,000 വിൽക്കുകയാണെങ്കിൽ ആ വരുന്ന ഡിഫറൻസ് ആയിട്ടുള്ള 10,000 നമ്മൾ ക്യാപിറ്റൽ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യുക. പക്ഷേ ക്യാപിറ്റൽ റിസീപ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ക്യാഷ് ആയിട്ട് കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന 30,000 നമ്മൾ ക്യാപിറ്റൽ റിസീപ്റ്റ് ആയിട്ട് പറയും. അതേപോലെ തന്നെ റവന്യൂ റിസീപ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾ ഇൻകംസ് ഓർ റിസീപ്റ്റ് ദാറ്റ് ആർ റിസീവ്ഡ് ബൈ എ ബിസിനസ് ഇൻ ദി ഓർഡിനറി കണ്ടക്ട് ഓഫ് ആക്ടിവിറ്റീസ്.
ബിസിനസ് ഓർഡിനറി ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് ബിസിനസ്സിന് വരുന്ന എല്ലാ ഇൻകത്തിനെയാണ് റവന്യൂ റിസീപ്റ്റ് ആയിട്ട് പറയുന്നത്.